ദുരന്തമുഖത്തെങ്കിലും രാഷ്ട്രീയം കളിക്കുന്ന ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കുവൈറ്റ് ദുരന്ത പശ്ചാത്തലത്തിലാണ് പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ ഇടങ്കോലിടാൻ സംസ്ഥാനം ശ്രമം നടത്തിയെന്നും വിമർശനം. ദുരന്തമുഖത്ത് സംസ്ഥാന മന്ത്രിയല്ല കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതെന്നും വി മുരളീധരൻ പ്രതികരിച്ചു. കുവൈറ്റ് ദുരന്ത പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളിലാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടത്. ഭാരതീയർക്ക് സംഭവിച്ചത് അങ്ങേയറ്റം ദുഃഖകരമായ സംഭവമാണ്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെടൽ നടത്തി. വിദേശകാര്യമന്ത്രിയും സഹമന്ത്രിയും ചുമതലകൾ നിർവഹിച്ചു. എന്നിട്ടും ദുരന്തമുഖത്ത് രാഷ്ട്രീയം കളിക്കാൻ ഇടത് സർക്കാർ ശ്രമം നടത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുഃഖമുഖത്തെങ്കിലും രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വേർതിരിക്കാനുള്ള പിണറായിയുടെ നയം നടക്കില്ലെന്നും മറുപടി. ഞങ്ങളും നിങ്ങളും എന്നുള്ള പ്രയോഗം തന്നെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ഒരു ധാരണ വരുത്താൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമല്ലേ എന്ന് എനിക്ക് സംശയമുണ്ട്. കേന്ദ്ര സർക്കാരിന് ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവില്ല. കേരളത്തിലിരുന്നിട്ട് ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ചക്കകമെങ്കിലും പിണറായി വിജയൻ ഓർമ്മയുണ്ടാവേണ്ടതായിരുന്നു. മുഖ്യമന്ത്രിക്ക് സംസ്കാരമുണ്ടെങ്കിൽ മരിച്ചവരുടെ വീട്ടിലെത്തണമായിരുന്നു. പ്രവാസികളോട് കൃതജ്ഞത ഉണ്ടെങ്കിൽ മൃതദേഹം പട്ടടയിൽ വെക്കും മുന്നേ പ്രവാസികളെ കൂട്ടി മുഖ്യമന്ത്രി അത്താഴ വിരുന്ന് നടത്തില്ലായിരുന്നു. നിങ്ങളും ഞങ്ങളും എന്നത് പിണറായിയുടെ നിലപാടെന്നും വിമർശനം. ഈ ഞങ്ങളും നിങ്ങളും എന്നുള്ള ഭാഷ അത് പിണറായി വിജയന്റെ ഭാഷയാണ്, കേന്ദ്ര സർക്കാരിന്റെ ഭാഷയല്ല. കേന്ദ്ര സർക്കാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ളതാണ് ഇന്ത്യ. അതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങളും, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളും എന്ന് കേന്ദ്ര സർക്കാർ ഒരു കാലത്തും നിലപാടെടുത്തിട്ടില്ല. കുവൈറ്റ് ദുരന്തത്തിൽ പൊലിഞ്ഞത് കേരളീയർ മാത്രമല്ല, ഭാരതീയരാണെന്നും കേന്ദ്ര സർക്കാരിന് വേർതിരിവില്ലെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിവേകം കാട്ടണമെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.